മമ്മി, ഇങ്ങനെ പോയാ ഞാൻ അവളെ കൊല്ലും. എനിക്ക് വേറെ വഴിയില്ല. മാഡം എന്തുപറ്റി? എന്താ കാര്യം? മാഡം പറഞ്ഞേ വിട്. മാഡം എന്താ കാര്യം? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. വിട്. അവളെ നവീനെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. മോളെ എന്നെ വിടാൻ. അവളെ നവീനെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിടില്ല മമ്മി, വിടില്ല. മോളെ സമ്മതിക്കില്ല. അതിന് വെച്ച ആരായാലും അങ്ങ് വാങ്ങി വെച്ചേക്ക്. നടത്തില്ല, നടത്തില്ല, ഞാൻ ഒരിക്കലും നടത്തില്ല. സമ്മതിക്കില്ല. നീ എന്തൊക്കെ ഭ്രാന്ത ഈ പാതിരാത്രി വിളിച്ചു പറയുന്നത്? ഭ്രാന്തല്ല, ഞാനിപ്പോ കണ്ടതാ. പുറത്ത് ഗാർഡനിൽ വെച്ച് അവള് എന്റെ നവീനെ തട്ടിയെടുക്കും. ഓ, എന്തിനു ചെയ്യും മമ്മി? മോളെ, നീ ഒരു സ്വപ്നം കണ്ടതാണ്. നിന്റെ നവീനെ കൃഷ്ണ ഒരിക്കലും ആഗ്രഹിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഇല്ലില്ല, നവീൻ അവളെ ഇഷ്ടം. എനിക്ക് പേടിയാവുന്നു. അങ്ങനെ ഒരാൾ ഉള്ളത് പോലും നവീൻ അറിയില്ലല്ലോ മോളെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഓ, എന്തെങ്കിലും നവീൻ അറിഞ്ഞാ അപ്പൊ ഞാൻ പേടിക്കണമെന്നാണോ? നിന്റെ മനസ്സിലെ പേടിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെയും നവീന്റെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. അതിന് മമ്മി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ രാവിലെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഈ പ്രതിസന്ധികൾക്കെല്ലാമുള്ള ദൈവികമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് അവിടുന്ന് കിട്ടും. എങ്ങോട്ടാ പോകുന്നേ? കാടിനു നടുവിലുള്ള ഒരു പുരാതന ക്ഷേത്രത്തിലേക്ക്. ശക്തിയുള്ള ക്ഷേത്രമാണ്. അവിടെ 5 ദിവസത്തെ പൂജ. അതിൽ നീയും നവീനും പങ്കെടുക്കുന്നതോടുകൂടി നിനക്കും നവീനും ഇടയിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം മാറും. പൂജ മന്ത്രക്കെ ഇക്കാലത്ത് വർക്കൗട്ട് ആവോ മമ്മി? എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ഇങ്ങനെ നിഷേധം പറയണ്ട. നിനക്ക് ഗുണമില്ലാത്തൊരു കാര്യം ഞാൻ തീരുമാനിക്കോ? നല്ലോണം അന്വേഷിച്ചു തന്നെ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചത്. അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ടത്രേ.